ഫിഫ ലോകകപ്പ് ഫൈനലിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല. തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കാനാണ് നീക്കം. റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ചതോടെ NTPC പവർ പൾസ് ട്രേഡിംഗ് സൊല്യൂഷൻ എന്ന കമ്പനികളിൽ നിന്നും 200 മെഗാവാട്ട് വൈദ്യുതി ഇന്നു മുതൽ ലഭിച്ചു തുടങ്ങും. കൂടുതൽ വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാൻ മറ്റു മാർഗങ്ങളും KSEB തേടുന്നുണ്ട്. ആഷിൻ ഡിയേഗോ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ആഷിൻ. ടെൻഷൻ അതായിരുന്നു, ലോകകപ്പ് ഫൈനൽ കാണാനിരിക്കുമ്പോൾ കറണ്ട് കട്ട് ഉണ്ടാകുമോ എന്നുള്ളത്. എന്തായാലും ഒരു പ്രതിസന്ധി ഉണ്ടാകാത്ത രീതിയിൽ അതിനെ മറികടക്കാനുള്ള ഒരു നീക്കത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? ശ്രുതി റോഷ്നി, വെരി ഗുഡ് മോർണിംഗ്. ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലാവരുടെയും ഒരു ഭയം. ഇന്ന് ഫിഫ ലോകകപ്പ് നടക്കുന്നുണ്ട്, ഫൈനലാണ്. ഈ ഫൈനലിനിടയിൽ KSEB ചതിക്കുമോ എന്നൊരു ഭയമായിരുന്നു ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ എന്തായാലും KSEB ചതിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല എന്നുള്ളതാണ് KSEB അറിയിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസവും ചിലയിടങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയാണ് വിവിധയിടങ്ങളിൽ ഈ അനൌദ്യോഗിക പവർ കട്ട് ഉണ്ടാകുന്നത്. പക്ഷേ KSEB പറയുന്നത് 15 മുതൽ 20 മിനിറ്റ് വരെയാണ്. എങ്കിൽ പോലും പലയിടങ്ങളിലും ഒന്നിൽ കൂടുതലധികം സമയം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂറിലധികമാണ് ഈ ഒരു പവർ കട്ട് ഉണ്ടാകുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ എന്തായാലും ഒരു താൽക്കാലിക പരിഹാരം എന്നുള്ള രീതിയിലാണ് 200 മെഗാവാട്ടിന്റെ വൈദ്യുതി 5.96 രൂപയ്ക്ക് KSEB വാങ്ങുന്നത്. ഇതിന്റെ അനുമതി കഴിഞ്ഞ ദിവസം തന്നെ റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിരുന്നു. ഈ ഒരു കടുത്ത വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് കഴിഞ്ഞ ദിവസം തന്നെയാണ് KSEB ഒരു അപേക്ഷ നൽകിയത്. ഈ ഒരു അടിയന്തര സാഹചര്യം പരിഗണിച്ചാണ് റെഗുലേറ്ററി കമ്മീഷൻ ഈ അപേക്ഷ അത് പരിശോധിക്കുന്നതും ഈ പവർ വാങ്ങാൻ 2 കമ്പനികളിൽ നിന്ന് അനുമതി നൽകുകയും ചെയ്തിട്ടുള്ളത്. 2 കമ്പനികളിൽ നിന്നായി 100 മെഗാവാട്ടിന്റെ വീതം വൈദ്യുതിയാണ് വാങ്ങുന്നത്. മുഴുവൻ സമയമാണ്, 24 മണിക്കൂറൊക്കെയാണ്, റൗണ്ട് ദ ക്ലോക്ക് ആണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ചിലവ് അല്പം കൂടുതലാണ്. താൽക്കാലികമായി ഇതൊരു ആശ്വാസമാണെങ്കിലും മഴയില്ലാത്തതാണ് നിലവിലെ ഒരു പ്രതിസന്ധിക്ക് കാരണമായി വൈദ്യുതി പറയുന്നത്. പക്ഷേ സംസ്ഥാനത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഒറ്റപ്പെട്ട ശക്തമായ മഴ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വരുന്ന കുറച്ച് ദിവസം കൂടി കഴിയുന്നതോടുകൂടി ഈ ഒരു വൈദ്യുതി പ്രതിസന്ധി അവസാനിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് KSEB ഉള്ളത്. അതേസമയം തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അവരുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞു വരുന്ന എക്സസ് വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് കൂടി സർക്കാർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ വൈദ്യുതി കൂടി ലഭിക്കുന്നതോടുകൂടി ഒരു താൽക്കാലിക പരിഹാരം എന്നുള്ള നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. എന്തായാലും ഇന്ന് അർജന്റീന സ്പെയിൻ ആരാധകർക്ക് ആശ്വസിക്കാം. കാരണം ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല. ഒരു തടസ്സവും ഇല്ലാതെ തന്നെ ഈ കളി ആസ്വദിക്കാൻ കഴിയും. ശ്രുതി, ഓക്കെ, വ്യക്തമാണ്. ആഷിൻ ഡിയേഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.